ദശകം 97 ഉത്തമ ഭക്തി പ്രാർത്ഥനൈ മാർക്കണ്ഡേയ കഥ. ത്രൈഗുണ്യാദ് ഭിന്നരൂപം ഭവതി ഹി ഭുവനേ ഹീനമധ്യോത്തമം യത് ജ്ഞാനം ശ്രദ്ധാ ച കർത്താ വസതിരപി സുഖം കർമ്മ ചാഹാരഭേദാഃ ത്വക്ഷേത്ര ത്വം നിഷേവാദിതു യദിഹ പുനഃ ത്വത്പരം തത്തു സർവം പ്രാഹുർനൈർഗുണ്യനിഷ്ഠം തദനു ഭജനതോ മങ്ഷു സിദ്ധോ ഭവേയം. ത്വയ്യേവന്യസ്തചിത്ത സുഖമയി വിചരൻ സർവചേഷ്ടാസ്ത്വദർത്ഥം ത്വദ്ഭക്ത്यै സേവ്യമാനാനപി ചരിതചരാൻ ആശ്രയൻ പുണ്യദേശാൻ ദസ്യൗ വിപ്രേ മൃഗാദിഷ്വപി ച സമമതിഃ മുച്യമാനാവമാന സ്പർധാസൂയാദിദോഷ സതതമഖില ഭൂതേഷു സംഭൂജയേ ത്വാം. ത്വദ്ഭാവോ യാവദേഷു സ്ഫുരതി ന വിശദം താവദേവം ഹ്യുപാസ്യം കുർവന്നൈകാത്മ്യബോധേ ഝടിതി വികസതി ത്വന്മയോഹം ചരേയം. ത്വദ്ധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശഃ തസ്മാത് സർവാത്മനൈവ പ്രദിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. ത്വം ചൈനം ഭക്തിയോഗം ദൃഢയിതുമയി മേ സാധ്യമാരോഗ്യമായുഃ ദിഷ്ട്യാ തത്രാപി സേവ്യം തവ ചരണമഹോ ഭേഷജായേവ ദുഗ്ധം. മാർക്കണ്ഡേയോ ഹി പൂർവം ഗണഗനിഗദിത ദ്വാദശാബ്ദായുരുച്ചൈഃ സേവിത്വാ വത്സരം ത്വാം തവ ഭടനിവഹൈഃ ദ്രാവയാമാസ മൃത്യും. മാർക്കണ്ഡേയശ്ചിരായുഃ സ ഖലു പുനരപി ത്വത്പര പുഷ്പഭദ്രാതീരേ നിന്യേ തപസ്യൻ അതുലസുഖരതി ഷട്ടുമന്വന്തരാണി ദേവേന്ദ്ര സപ്തമസ്തം സുരയുവതി മരുന്മന്മഥൈർ മോഹയിഷ്യൻ യോഗോഷ്മ പ്ലുഷ്യമാണൈഃ നതു പുനരശകത് ത്വജ്ജനം നിർജയേത്കഃ. പ്രീത്യാ നാരായണാഖ്യഃ ത്വമധ നരസഃ പ്രാപ്തമാനസ്യ പാർശ്വം തുഷ്ട്യാ തോഷ്ടൂയമാനഃ സദുവിധവരൈഃ ലോഭിതോ നാനുമേനെ ദ്രഷ്ടും മായാം ത്വദീയാം കില പുനരവൃണോദ് ഭക്തിതൃപ്താന്തരാത്മാ മായാ ദുഃഖാനഭിജ്ഞഃ തദപി മൃഗയത്തെ നൂനമാശ്ചര്യഹേതോഃ. യാദേ ത്വയ്യാശു വാതാകുല ജലദഗളത്തോയ പൂർണാദിഘൂർണത് സപ്താർണോ രാശിമഗ്നേ ജഗതി സതു ജലേ സംഭ്രമൻ വർഷകോടിഃ ദീനപ്രൈച്ഛിഷ്ടദൂരേ വടദളശയനം കഞ്ചിദാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദനസരസിജ ന്യസ്തപാദാംഗുലീകം. ദൃഷ്ട്വാ ത്വാം ഹൃഷ്ടരോമാ ത്വരിതമുപഗത സ്പൃഷ്ടു മുനീന്ദ്രഃ ശ്വാസേനാന്തർനിവിഷ്ടഃ പുനരിഹ സകലം
दृष्टवान् विष्टपौघं भूयो विश्वासवादैः बहिरनुपतितो वीक्षितस्त्वत्कटाक्षैः मोदादाश्लेष्टुकाम त्वयि पिहिततनौ स्वाश्रमे प्राग्वदासीद् गौर्या सार्धं तदग्रे पुरविदधगत त्वत्प्रिय प्रेक्षणार्ती सिद्धानेवास्य तत्त्वा स्वयमयमजरा मृत्युदादीन् गतोऽभूत् एवं त्वत्सेवयैव स्मररिपुष प्रीयते येन तस्माद् मूर्तित्रय्यात्मकस्त्वं ननु सकल नियन्तेति सुव्यक्तमासीत् त्रिंशेऽस्मिन् सत्यलोके विधिहरिपुरभिद् मन्दिराण्यूर्ध्वमूर्ध्वं तेभ्योऽप्योर्ध्वं तु माया विकृतिविरहितो भाति वैकुण्ठलोकः तत्र त्वं कारणाम्भस्यपि पशुपकुले शुद्धसत्त्वैकरूपी सच्चित् ब्रह्माद्वयात्मा पवनपुरपदे पाहि मां सर्वरोगात् करारविन्देन पदारविन्दं मुखारविन्दे विनिवेशयन्तं वडस्य पत्रस्य पुडेशयानं बालं मुकुन्दं मनसा स्मरामि गोपिका जीवनस्मरणं गोविन्द गोविन्द नारायण अखिलगुरो भगवन् नमस्ते।